നയിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ആന്റണി അച്ഛ, 5ഉം 6ഉം ഈ ക്രിസ്മസിന്റെ ആഘോഷ സന്ധ്യയിൽ അതിഥികളും ആതിഥേയരും എല്ലാമായ 5ഉം 6ഉം യൂണിറ്റിന്റെ കൺവീനർമാരായ ഫ്രാങ്കോ ചേട്ടൻ, നെൽസൺ കൊച്ചേരി, 2ാം ബ്ലോക്കിന്റെ കൺവീനർ ജോഷി പുത്തമ്പറമ്പിൽ, ഇന്ന് ഈ ആഘോഷ സന്ധ്യയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന 5ഉം 6ഉം യൂണിറ്റിലെ അംഗങ്ങളെ, എല്ലാ വർഷവും സാൻജോസ് ഇടവകയ്ക്ക് ക്രിസ്തുമസ് എന്നാൽ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരാഘോഷമാണ്. ഈ 5 വർഷക്കാലം നമുക്കായിട്ട് ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ആന്റണി അച്ഛൻ ഒരുക്കി തരുന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയണം. സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലെ? ഒത്തിരിയേറെ ആകുലതകളും സഹനങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം നമ്മളെ അല്പനേരം ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനും, ഞാൻ ഉദ്ദേശിച്ച് ഞങ്ങളെയൊക്കെ പോലെ, കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ, ജീവിതത്തിലുള്ള പല ആഗ്രഹങ്ങളും സാധിക്കാതെ മനസ്സിൽ തന്നെ കുഴിച്ചിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു വേദി നമുക്ക് ലഭിച്ചതുകൊണ്ട് പല ആഗ്രഹങ്ങളും നമുക്ക് ഒന്ന് പുതുക്കിയെടുക്കാനും സാധിപ്പിച്ചെടുക്കാനും സാധിക്കുന്നതിന് നമ്മുടെ ഇടവകയിലെ നാഥനായ വികാരിയച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓരോ വർഷവും പുതിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? കൊണ്ടുവന്ന് തരുന്നുണ്ട് അച്ഛൻ. അപ്പോ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും 5 വർഷക്കാലം നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച നമ്മുടെ അച്ഛന് ഈ ഹാളിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൺവീനർമാര്, യൂണിറ്റിന്റെ ഏറ്റവും നെടുന്തൂണുകളായ ഇവര്, ഞാൻ പേരെടുത്ത് 2 പേരെയും ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതായത് കാരണം ഈ ഒരാഴ്ചക്കാലം കൊണ്ട് നമ്മുടെ ഈ ഒക്ടോബർ തൊട്ട് ഇങ്ങോട്ട് നമ്മളെല്ലാവരും ഭയങ്കര ബിസിയായിരുന്നു. ഒക്ടോബർ കഴിഞ്ഞു, ഒക്ടോബറിലെ ആഘോഷങ്ങൾ കഴിഞ്ഞു, നവംബർ വന്നു, നവംബറിൽ പിന്നെയും ആഘോഷങ്ങളായി. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് നമ്മൾ ഈ ഡിസംബറിന്റെ ആഘോഷം തീരുമാനിച്ചത്. ഈ തീരുമാനത്തിൽ പലപ്പോഴും പലർക്കും ഉള്ളിൽ പരിഭവവും പരാതിയൊക്കെ ഉണ്ട്. കാരണം പലയിടത്തും പല കാര്യങ്ങളും വ്യക്തതയില്ലാതെയാണ്, അതിനുള്ള സമയമാണ് കിട്ടിയത്. എല്ലായിടത്തും എല്ലാവരും സമ്മതം ചോദിക്കാനും മീറ്റിങ്ങുകൾ മാറ്റിവെക്കപ്പെട്ടതുകൊണ്ടൊക്കെ നമുക്കൊരു തീരുമാനം എടുക്കാനൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് നേരിട്ടു. എങ്കിൽ കൂടി എല്ലാവരുടെയും ഇവിടെ ആയിരിക്കുന്നവർ, ഇപ്പോൾ പ്രോഗ്രാമിലൊക്കെ ഉള്ളവർ മാത്രമേ പുറത്തുള്ളൂ. ബാക്കി അത് അത്രയും ആൾക്കാരുടെ കുറവാണ് ഇവിടെ. ഈ 2 യൂണിറ്റിലെ അംഗങ്ങളും ഒരു പരിധി വരെ പകുതി പേരെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആഘോഷത്തെ ഇത്ര ഒരു നിറവിലെത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന നമ്മുടെ കൺവീനർമാർ 2 പേരെയും നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. നമ്മുടെ ബ്ലോക്ക് ആനിമേറ്റർ ജോഷി എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം ഉണ്ട്. ഈ 4 യൂണിറ്റിന്റെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അറിയിക്കുകയും എല്ലാ കാര്യങ്ങളും മെസ്സേജ് വഴിയായിട്ടും
അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് വന്നൊക്കെ അറിയിച്ച് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഒരുക്കുന്ന ജോഷി പുത്തമ്പറമ്പിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. എല്ലാത്തിനും ഉപരി ഇന്നിവിടെ ആയിരിക്കുന്ന നമ്മുടെ ഈ മൈക്കിന്റെയൊക്കെ കാര്യങ്ങളോ ലൈറ്റിന്റെയൊക്കെ കാര്യങ്ങളോ മറവിലായിട്ട് ഞാൻ വിട്ടുപോയി തുടക്കത്തിലേക്ക് ഇവിടെ പറയാം. നമ്മുടെ ശുശ്രൂഷ സമിതി കൺവീനർ ഇവിടെ ഉണ്ട്, ബിസിയാണ് ആള്. അതുകൊണ്ട് ഇവിടെ പ്രദേശത്തിൽ കാണാതിരുന്നുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തില്ല. അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൺവീനർ ബിജു തത്തമംഗലത്തിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ആഘോഷ സമിതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ യോഗത്തിന്റെ അധ്യക്ഷൻ രണ്ടാം ബ്ലോക്ക് ആൻഡ്രേറ്റ് ജോഷി പുത്തമ്പറമ്പിൽ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ആന്റണീസിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഒരു ക്രിസ്മസ് വേളയിൽ നമ്മൾ എല്ലാ വർഷവും ഇവിടെ 5-6 യൂണിറ്റ് ഇങ്ങനെ ഒരു ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യുവാനും കലാപരിപാടി അവതരിപ്പിക്കുവാനും നല്ലൊരു അവസരം നമുക്കായിട്ട് ഒരുക്കി തന്നെ നമ്മുടെ ആന്റണീസിന് 2 യൂണിറ്റിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് ശുശ്രൂഷ സമിതി കൺവീനർ ബിജു തത്തമംഗലം, അച്ഛൻ്റെ തോളോട് ചേർന്ന് എല്ലാ കാര്യത്തിലും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ട രീതിയിൽ അച്ഛൻ എന്ത് കാര്യം പറയുന്നതോ അത് ഉത്തരവാദിത്വം കൂടി എല്ലാ വീട്ടിലെ ജോലിയെല്ലാം മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൺവീനറാണ് ബിജു തത്തമംഗലം. നമുക്കറിയാം മാർച്ച് 19 കൺവീനറായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ശുശ്രൂഷ സമിതി കൺവീനറായിട്ട് ഇടവകയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ലൊരു പ്രവർത്തനമാണ് ഇത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതേപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പേരിലും 2 യൂണിറ്റിന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ 5 യൂണിറ്റിന്റെ കൺവീനറും പഴയ നമ്മുടെ ബ്ലോക്കിന്റെ കൺവീനറുമായ നെൽസൺ കൊച്ചി, നെൽസൺ ഇപ്പോൾ ഇടവകയുടെ കൈകാര്യം കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺവീനറായിരുന്നപ്പോൾ നല്ല ഉത്തരവാദിത്വം കൂടി എന്ത് കാര്യം നമ്മളോട് ആവശ്യപ്പെടുക ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു അവസരം നമ്മൾ ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ കൂടുവാനും പുള്ളി എല്ലാ കാര്യവും നമ്മുടെ കൺവീനറുമായിട്ട് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നല്ല ഒരു പ്രവർത്തനമാണ് പുള്ളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവകയുടെ പേരിൽ നമ്മുടെ 2 യൂണിറ്റിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് 6 യൂണിറ്റിന്റെ കൺവീനർ ഷാംബോസൻ, പുള്ളിക്കും ഒരു നന്ദിയാ എന്തെങ്കിലും പറയാതെ സ്വാഗതം. ഞാൻ എന്നെ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അപ്പൊ പറയും ഞാൻ ആരോടെന്ന് പറയുള്ളൂ. എന്നാലും എന്ത് കാര്യം നമ്മളുടെ ചേർന്ന് നമുക്കൊരു പുതിയ കൺവീനറായിട്ട് കിട്ടിയതാണ്. ആദ്യം പുതിയ ടെൻഷനാണ്. ഇപ്പൊ അച്ഛൻ നല്ല ധൈര്യമൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും നമ്മളൊന്നും കൂടി നിന്നാൽ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ മീറ്റിംഗ് ആണെങ്കിൽ എന്ത് കാര്യങ്ങളും ചൂട്ടാൻ എല്ലാത്തിനും നമ്മുടെ കൂടെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രാന്തത്തിന് എന്റെ പേര് 2 യൂണിറ്റിന്റെ പേര് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നമുക്ക് ഇതിൽ നന്ദി പറയാനുള്ള നമ്മുടെ ക്രിസ്മസ് പാപ്പ. ഈ അവസരങ്ങളിൽ നമുക്ക് പാപ്പയുടെ തിരക്കൊക്കെ കിട്ടുന്നില്ല. ആരും ആകുമെന്ന് 2 യൂണിറ്റുകളുണ്ട്. ആരാകുമെന്ന് അവരാവും ഞങ്ങളാവും അങ്ങനെ മാറി ഇന്നലെ രാത്രി തിരഞ്ഞെടുത്തു. 6 യൂണിറ്റ് നടത്തുകയും കുറുവിയുടെ പോലെ അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ പപ്പയുടെ പണിക്ക് പോയ ഒരാൾക്ക് പനി. അപ്പൊ നല്ല മനസ്സോടുകൂടി ഞാൻ എന്റെ സെക്രട്ടറിനോട് പറഞ്ഞ യൂണിറ്റിലേക്ക് ഇടുക, പാപ്പയാവുന്നവർക്ക് സ്പോൺസറായിട്ട് 500 രൂപ കൊടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞൊരു മെസ്സേജ് ഇടാന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ കൊണ്ടുപോകും. ആൾക്കാർ നല്ലൊരു മനസ്സോടുകൂടി നമ്മുടെ യൂണിറ്റ് 2 യൂണിറ്റിന്റെ ഒരു ക്രിസ്മസ് പാപ്പയായിട്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന പേര് പറയുന്നില്ല, പിന്നീട് അറിയാം. ആ പാപ്പയെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പിന്നെ എല്ലാവർക്കും നമ്മുടെ 2 യൂണിറ്റിന്റെ കലാപരിപാടി അച്ഛനെന്ത് കാര്യം
നമ്മുടെ ഇടവകയിലേക്ക് വന്നിട്ട് 10 വർഷം കഴിഞ്ഞ് എന്നാലും ഓരോ കലാപരിപാടി നമുക്കൊരു വേദി ഒരുക്കി തരികയാണ് അച്ഛൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങള് നമ്മൾ നല്ല മനസ്സോടുകൂടി കലാപരിപാടിയിൽ പങ്കെടുത്ത് വേണ്ട രീതിയിൽ എന്ത് വേഷം ധരിക്കാനാണെങ്കിലും എന്ത് ഒരുക്കത്തോടുകൂടി വരുവാനും ആദ്യകാല പുരുഷന്മാർക്കൊക്കെ മടിയായിരുന്നു. പക്ഷെ അച്ഛൻ വന്നതിന് ശേഷം നമ്മുടെ സാഞ്ചോസയിലെ പുരുഷന്മാർക്കൊക്കെ നാണമൊക്കെ മാറിപ്പോയി. ഇപ്പൊ പെണ്ണുങ്ങളെ കൂടുതൽ ആണുങ്ങളാണ് ഓരോ പരിപാടിയിൽ കടന്നു വരികയാണ്. അപ്പൊ ഈ കലാപരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ പേര് ഹൃദയത്തിൽ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ 2 യൂണിറ്റില് ഈ ഒരു അവസരങ്ങൾ നമ്മുടെ ഭാരവാഹികൾ പറയുമ്പോൾ ഭാരവാഹികൾ ചേർന്ന് നിൽക്കുന്ന ഇടവ മക്കളാണ്. യൂണിറ്റ് എല്ലാ അംഗങ്ങളും ഞങ്ങളോടുകൂടി സഹകരിക്കുന്ന എല്ലാവർക്കും എന്റെ പേരിലും ഈ യോഗത്തിന്റെ പേരിലും നന്ദി പറയുകയാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയുന്നത്. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 5 കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ട് കലാപരിപാടി, ഡാൻസ് അല്ലാണ്ട് ഒരു പരിപാടി സമയം പോലും ഇല്ല. എന്നാലും നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാ കാര്യവും നടക്കും. നമ്മള് അസുഖമാണ് മാറി നിന്നാൽ ക്ഷീണം തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും സമയമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാലും ഇനിയും ഏത് ഭാരവാഹികള് ഇതിൽ വന്നാലും അവരോട് കൂടി കലാപരിപാടിക്ക് മുൻപിലുണ്ടാവുന്നു. അപ്പൊ ഈ പരിപാടിക്ക് ഇനിയും എല്ലാവരും കടന്നു വരേണ്ടതാണ്. ഭാരവാഹികളുടെ ചുമതലയാക്കി മാറ്റരുത്. നമ്മൾ കളിക്കുന്നത് അച്ഛൻ പറഞ്ഞ പോലെ ധ്യാനത്തിനൊക്കെ പോകുമ്പോ സുഖിക്കുമ്പോഴോ കൈകൊട്ടുമ്പോഴൊക്കെ നമ്മുടെ ശരീരം നടക്കുന്നത്. പക്ഷെ എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ തീരൂല. അപ്പൊ ഇനിയും ഞങ്ങൾക്ക് ഈ അവസരം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് നമ്മുടെ ഉന്നയിച്ച ഇന്നത്തെ മീറ്റിംഗ് അധ്യക്ഷനും 2ാം വകുപ്പ് ധ്യാനമേഖല ജോഷി സമിതിയുടെ കൺവീനർ ശ്രീ ഡോക്ടർ കൈക്കാരൻ സംഭവിച്ചു ആ യൂണിറ്റിന്റെ കൺവീനർ രാമചേട്ട, ഏറ്റവും പ്രിയപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളെ കുടുംബാംഗങ്ങൾ, പെട്ടെന്ന് ഒരു 50 പണ്ടിൽ കയറിയപ്പോൾ തന്നെ ചെറിയൊരു പഠനങ്ങളുണ്ട്. ഇപ്പോഴും ജീവിതം അറിയില്ല. ഇതിലൊരു കലാസന്ധ്യ നമ്മൾ കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു. 2 യൂണിറ്റുകൾ ചേർന്നിട്ട് ക്രിസ്മസ് ആഘോഷം അത് വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ വർഷവും അത്തരത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്തത്. ആദ്യമേ സംസാരിച്ചപ്പോഴൊക്കെ പല യൂണിറ്റുകളും ഒരു ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ആരും തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് അടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷേ 6ാം യൂണിറ്റിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് നോക്കിയാൽ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം ഇന്നത്തെ കലാസന്ധ്യ ഏറ്റവും വളരെ കൃത്യമായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്ന എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you.